നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂട്. 30/11/2025 ഞായറാഴ്ച രാവിലെ റബ്ബർ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. RSS 5 50 പൈസയാണ് കുതിച്ചത്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 185 രൂപ 50 പൈസ, RSS 5 കിലോ 181 രൂപ 50 പൈസ, ISNR 20 165, ലാറ്റക്സ് 60% DRS 126 രൂപ 80 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 185 രൂപ 50 പൈസ, RSS 5 കിലോ 181 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. കേരളത്തിലെ മറ്റിന ഗ്രേഡിന ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 177, ലോട്ട് കിലോ 166 രൂപ മുതൽ 171 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121 രൂപ 50 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 63 പൈസ. ഈ കേരളത്തിലെ ഫീൽഡ് ലെവൽ ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 168 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ പാലിന് 8400 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ പാലിന് 1080 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ പാലിന് 10760 രൂപ. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 177 രൂപ 50 പൈസ, RSS 5 കിലോ 173, ISNR 20 160 മുതൽ 160 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 രൂപ 50 പൈസ മുതൽ 114. ഇതാണ് റബ്ബർ വില. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,900 രൂപയും, ഒരു പവൻ 95,200 രൂപയാണ്. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,982 രൂപ, ഒരു പവൻ 1,03,856 രൂപ. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,737, ഒരു പവൻ 77,896 രൂപയാണ്. ഇന്നലത്തെ സ്വർണ്ണത്തിൽ 1 ഗ്രാമിൻ്റെ മുകളിൽ 125, ഒരു പവൻ്റെ മുകളിൽ 1000 രൂപയാണ് കൂടിയത്. സാധാരണക്കാർക്ക് അടക്കാൻ പറ്റാത്ത സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, ചകരി ഉള്ളത് പച്ചത്തേങ്ങ 80 മുതൽ 65, വെളിച്ചെണ്ണ ലിറ്ററിന് 450, കൊപ്ര എടുത്തപടി 212, കൊക്കോ 340 ഉണങ്ങിയത്, കച്ചവലം ഉണങ്ങിയത് 675, വെളിച്ചെണ്ണ ലിറ്ററിന് 450, കുരുമുളക് അൺകാർബിൾ കിലോ 693, കുരുമുളക് കാർബിൾ കിലോ 713, കുരുമുളക് പുതിയത് 683, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സ്ഥലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, പിണ്ണാക്ക് എസ്പ്ലർ 42, റോട്ടറി 43, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 270, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670 ആണ്. നമ്മുടെ നാട്ടിൽ ഊട്ടിയുടെ അതേ സെയിം കാലാവസ്ഥയാണ്. നല്ല മഞ്ഞാണ് ഇപ്പോൾ, നല്ല തണുപ്പും. ഉച്ചയ്ക്കായാലും നല്ല തണുപ്പാണ് ഇപ്പോൾ. ഡിറ്റിവ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോടടുക്കുന്നു. അതീവ ജാഗ്രത. 54 വിമാനങ്ങൾ റദ്ദാക്കി. സ്കൂളുകൾ അടച്ചു. അതീവ ജാഗ്രതയിലാണ്. 48 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചെന്നൈ വിമാനത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഡിറ്റിവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വൻ ദുരിതം വിതച്ചിരുന്നു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 121 പേരാണ് മരിച്ചത്. 130 പേരെ കാണാതെന്നും റിപ്പോർട്ട് പറയുന്നു. തമിഴ്നാട് അതിശക്തമായ ജാഗ്രതയിലാണ്. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.